ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗ് 100% പൂർത്തിയാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലമായി ആലപ്പുഴയിലെ കുട്ടനാട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ സഭയിൽ പൂർത്തിയായി. 2025-26 നീറ്റ് PG പ്രവേശന കട്ടൌഫ് ശതമാനം കുറച്ച തീരുമാനത്തിൽ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും വിശദീകരണം തേടി സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. ഭരണഘടനയുടെ അനുച്ഛേദം 356 പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് രാഷ്ട്രപതി റദ്ദാക്കിയതായി വിജ്ഞാപനത്തിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 13-നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 3 തവണ നിർത്തിവെച്ച ലോക്സഭാ നടപടികൾ 5 മണിയോടെ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും ബഹളത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതേസമയം രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ഇന്നും തുടർന്നു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ മരണപ്പെട്ട 2.5 കോടിയിലധികം പേരുടെ ആധാർ നമ്പറുകൾ നിർജ്ജീവമാക്കിയതായി കേന്ദ്ര സർക്കാർ. ആധാർ ഡാറ്റാബേസിന്റെ സുതാര്യത നിലനിർത്തുന്നതിനാണ് ഈ നടപടിയെന്ന് ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് അറിയിച്ചു. നിലവിൽ ഏകദേശം 134 കോടി സജീവ ആധാർ കാർഡുകളാണ് ഉള്ളതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ-US വ്യാപാര കരാർ ഉൽപാദന വളർച്ചയ്ക്കും സാമ്പത്തിക മുന്നേറ്റത്തിനും സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ സംബന്ധിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ചെറുകിട ഇടത്തരം ബിസിനസ്സുകാർക്കും MSMEകൾക്കും ഇതിലൂടെ പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. സാझेदारी लघु एवं मध्यम उद्यमों, MSMEs, उद्यमियों, कुशल श्रमिकों और उद्योग के लिए नए अवसर खोलेगी. भारत के मेक इन इंडिया फॉर द वर्ल्ड, डिजाइन इन इंडिया फॉर द वर्ल्ड और इनोवेट इन इंडिया फॉर द वर्ल्ड के दृष्टिकोण को साकार करने में സഹായക് ഹോഗി. ഇന്ത്യയുടെ കയറ്റുമതി തീരുവ 18% US പ്രസിഡന്റിന്റെ പ്രഖ്യാപനം അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ വർഷം മാർച്ച് മാസത്തോടെ നക്സൽ മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. നക്സലിസം പ്രതിരോധിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 10,000 കോടിയിലധികം രൂപ ചെലവഴിച്ചതായി അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. 2025 ആയപ്പോൾ നക്സൽ ബാധിത സംസ്ഥാനങ്ങളുടെ എണ്ണം 10-ൽ നിന്ന് 3 കുറഞ്ഞെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ ഉദ്ധംപൂരിലെ രാംനഗർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. ജമ്മുകാശ്മീർ പോലീസ്, CRPF എന്നിവയുടെ സംയുക്ത സംഘം നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. 2025-26 നീറ്റ് PG പ്രവേശനത്തിനുള്ള കട്ട് ഓഫ് ശതമാനം കുറച്ച തീരുമാനത്തിൽ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും സുപ്രീംകോടതി വിശദീകരണം തേടി. കട്ട് ഓഫ് പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വെള്ളിയാഴ്ച കൂടുതൽ വാദം കേൾക്കും. രാജ്യത്തുടനീളം 18,000-ലധികം ബിരുദാനന്തര മെഡിക്കൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കണക്കിലെടുത്താണ് നീറ്റ് PG കട്ട് ഓഫ് പരിഷ്കരിച്ചത്. പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംവരണ വിഭാഗങ്ങൾക്കുള്ള കട്ട് ഓഫ് 0-ഉം ജനറൽ വിഭാഗത്തിനുള്ളത് 7%-ഉമാക്കി. ബ്രിക്സ് രാജ്യങ്ങളിലെ നിർമ്മാണ കമ്പനികൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും പിന്തുണ നൽകുന്ന സംഘടനയായ BCICയിൽ ചേർന്ന് ഇന്ത്യ. ന്യൂഡൽഹിയിൽ വ്യവസായ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇന്ത്യ BCICയിൽ ചേർന്നത്. BCICയുമായുള്ള ഇടപെടലിന് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ നേതൃത്വം നൽകുമെന്നും വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. 10ാമത് ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹവുമായും വ്യവസായ പ്രതിനിധികളുമായും സംവദിക്കും. ശ്രീലങ്കയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ശ്രീബുദ്ധന്റെ ദേവ്നി മോറി തിരുശേഷിപ്പുകൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ന് കൊളംബോയിലെത്തിച്ചു. തിരുശേഷിപ്പുകൾ എത്തിച്ച ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത്, ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘത്തെ ശ്രീലങ്കൻ മന്ത്രിമാർ ചേർന്ന് സ്വീകരിച്ചു.
ഈ മാസം 10 വരെ കൊളംബോയിലെ ഗംഗാരാമയ്യ ക്ഷേത്രത്തിൽ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമബംഗാളിലെ SIR പ്രക്രിയയുടെ ഭാഗമായി പേരിലെ അക്ഷരത്തെറ്റുകൾ പോലുള്ള കാരണങ്ങളിൽ വ്യക്തികൾക്ക് നോട്ടീസ് നൽകുമ്പോൾ കൂടുതൽ സംവേദനക്ഷമത പാലിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. പേരുകളിലെ തെറ്റുകൾ പരിശോധിക്കാൻ കമ്മീഷനെ സഹായിക്കാനായി പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം പശ്ചിമബംഗാൾ സർക്കാർ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുന്നതായി BJP ആരോപിച്ചു. കേരളത്തിൽ SIR പ്രക്രിയയുടെ ഭാഗമായി ഹിയറിംഗ് 100% പൂർത്തിയാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലമായി കുട്ടനാട്. 14,233 പേർക്ക് നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. അരുവിക്കരയും വൈക്കവും കുന്നത്തുനാടുമാണ് ഈ നേട്ടം കൈവരിച്ച മറ്റ് മണ്ഡലങ്ങൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യത്തൻ ഖേൽക്കർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. ഈ മാസം 12-നകം സംസ്ഥാനത്തുടനീളം ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധവും കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ പരിഗണന ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയവുമായിരുന്നു ഇന്ന് കേരള നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് പുറമേ ഉണ്ടായിരുന്ന പ്രധാന നടപടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്ന് രാവിലെ നിയമസഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചത് തന്നെ ശബരിമല വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധവുമായാണ്. സ്പീക്കറുടെ മുന്നിൽ ബാനർ ഉയർത്തിയും പ്ലക്കാർഡ് പ്രദർശിപ്പിച്ചും പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളി തുടങ്ങി. ഭരണപക്ഷ അംഗങ്ങൾ സീറ്റുകളിൽ ഇരുന്ന് പ്ലക്കാർഡ് ഉയർത്തിയാണ് ഇതിനു മറുപടി നൽകിയത്. ചോദ്യോത്തരവേളയ്ക്കിടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തി ചട്ടം 118 പ്രകാരമുള്ള സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് പൊതുചർച്ചയും സഭയിൽ നടന്നു. ശബരിമലയിലെ ആടിയശിഷ്ടം നെയ് വിതരണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസ് കേസിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റി അറസ്റ്റിൽ. പത്തനംതിട്ട വിജിലൻസ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. അതേസമയം ശബരിമല സ്വർണ്ണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കേരളവും കശ്മീരും ആത്മീയമായും സാംസ്കാരികമായും ആഴമുള്ള ബന്ധം പങ്കുവയ്ക്കുന്ന പ്രദേശങ്ങളാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രീനഗർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിൽ നിന്നെത്തിയ മാധ്യമ സംഘവുമായി തിരുവനന്തപുരത്ത് ലോക്ഭവനിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 2 ഉദ്യോഗസ്ഥരും 12 മാധ്യമ പ്രവർത്തകരും അടങ്ങുന്ന സംഘമാണ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി, PIB ശ്രീനഗറിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ മജീദ് പണ്ഡിറ്റും സന്നിഹിതനായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ റൈഫിൾസ് ആൻഡ് പിസ്റ്റൾ ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യൻ ഇഷ സിംഗിന് സ്വർണം. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിലാണ് മെഡൽ നേട്ടം. ചൈനീസ് താരങ്ങൾക്കാണ് വെള്ളി, വെങ്കല മെഡലുകൾ. വനിതകളുടെ ടീമിനത്തിൽ ഇഷ, മനു ഭാക്കർ, സുരുചി സിംഗ് എന്നിവരുൾപ്പെട്ട സംഘം സ്വർണം നേടി. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ലോക ചാമ്പ്യൻ സമ്രാട്ട് റാണയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചു. അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 311 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺ എന്ന നിലയിലാണ്. മറ്റന്നാളാണ് ഫൈനൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. സെമിയിൽ കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി കാണാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജമ്മുകാശ്മീരിലെ ഉദ്ധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗ് 100% പൂർത്തിയാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലമായി ആലപ്പുഴയിലെ കുട്ടനാട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചകൾ സഭയിൽ പൂർത്തിയായി. 2025-26 നീറ്റ് PG പ്രവേശന കട്ട് ഓഫ് ശതമാനം കുറച്ച തീരുമാനത്തിൽ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും വിശദീകരണം തേടി സുപ്രീംകോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.